എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ അയ്യൻകാളി ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ ഇന്ന് രക്തദാനം അതിൻ്റെ ഒരു ജൂൺ 11 എന്ന് പറയുന്നത് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമിലേക്ക് ഇവിടെ വന്നപ്പോഴാണ് സുഖചേട്ടനെ കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ് എനിക്കറിയാം, കാരണം നമുക്കറിയാം വോഡോഫോൺ കോമഡി സ്റ്റാർ അല്ലേ, അതിലൊക്കെ ഒരുപാട് സ്ത്രീ വേഷം കെട്ടിയ ആളാണ് സുഖചേട്ടൻ. അത് മാത്രമല്ല, നമ്മുടെ തന്നെ HIV AIDS പ്രിവെൻഷനിലെ IRD പ്രോജക്റ്റിലെ അവിടെ ഔട്ട്റീച്ച് വർക്കറായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കുറേ വർഷമായി ഞാൻ കണ്ടിട്ട്, അപ്പോൾ ഇപ്പോൾ ഇതാ പെട്ടെന്നാണ് ചേട്ടനെ കാണുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ചേട്ടനോട് ചില കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ പിന്നെ ചേട്ടന് കുറേ വർഷമായി നമ്മൾ കണ്ടിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഇടവേളയിൽ എന്തായിരുന്നു പ്രവർത്തനങ്ങൾ? നമസ്കാരം, എൻ്റെ പേര് സുഗു ചിറയൻകീഴ്. ഞാൻ IRD സുരക്ഷാ പ്രോജക്റ്റിലായിരുന്നു. ഒരു 99 കാലഘട്ടത്തിലായിരുന്നു പ്രവർത്തനത്തിൽ വന്നത്. IRD MSM പ്രോജക്റ്റ്, അതിൽ കുറേ വർഷം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ സെക്സ് വർക്കർ പ്രോജക്റ്റിൽ ഔട്ട്റീച്ച് വർക്കറായിരുന്നു, FSW. പിന്നെ IUD പ്രോജക്റ്റിൽ ഔട്ട്റീച്ച് വർക്കറായിരുന്നു. പിന്നെ ഫാമിലി പ്ലാനിങ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഔട്ട്റീച്ച് വർക്കറായിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഓഫ് അർബൻ പൂറിൻ്റെ ID പ്രോജക്റ്റിൻ്റെ ഒരു ഔട്ട്റീച്ച് വർക്കറായിരുന്നു. ഒത്തിരി ഔട്ട്റീച്ച് വർക്കറായിട്ട് ഒത്തിരി പ്രോജക്റ്റുകളിലൊക്കെ വർക്ക് ചെയ്ത്, അതുകൂടാതെ ഒരു കൗൺസിലറായിട്ട് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത്. ഇപ്പം റീന മേഡം ചോദിച്ച കണക്ക് കുറേ നാൾ നമ്മൾ ലാസ്റ്റ് ഒരു ഹോട്ടൽ ഗീതിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നത്. നമ്മൾ ട്രെയിനിങ്ങിൽ ഒത്തു കണ്ടായിരുന്നു അല്ലേ? ഹോട്ടൽ ഗീതിൽ ഞങ്ങൾ രണ്ടുപേരും ഒത്തു ഉണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ട്രെയിനിങ്ങിൽ നമ്മൾ പിന്നെ കാണുന്നത്. ഇപ്പം ഞാൻ 2 വർഷം കൊണ്ട് ഞാൻ ഈ പ്രോജക്റ്റിൽ നിന്നെത്തി വിട്ടു നിൽക്കുകയാണ്. സോ വിട്ടു നിൽക്കാൻ കാരണം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൽ നടത്താനുള്ള ഒരു ഇത് കിട്ടിയത് ഞാൻ ഒരു പറയുന്ന ട്രാൻസ്ജെൻഡർ പ്രോജക്റ്റ്, അതായത് പെഗിച്ചാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൻ്റെ മാനേജറായിട്ടിരുന്ന സമയത്താണ് നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിവൽ നടത്തി. അങ്ങനെ ട്രാൻസ്ജെൻഡർ സർവേ നടത്തി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾ കേരളത്തിലുണ്ടെന്നുള്ള റിപ്പോർട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന് ആദ്യമായിട്ട് കൊടുത്തു. ഇപ്പം നിലവിൽ ഈ പുറത്ത് നിൽക്കുന്ന ട്രാൻസ് വ്യക്തികളെ എല്ലാവരെയും കേരളത്തിൽ തന്നെ തിരിച്ച് കൊണ്ടുവരാനുള്ള ഒരു ഇത് ഫെസ്റ്റിവലിലൂടെയും ഇൻട്രാക്ഷനിലൂടെയും വിവിധ മീറ്റിങ്ങുകളിലൂടെയും ഒക്കെ ഞങ്ങൾക്ക് അവരെ കൊണ്ടുവരാൻ പറ്റി. MSM ട്രാൻസ്ജെൻഡർ കിജഡേ എന്ന് പറയുന്ന പ്രോജക്റ്റിൻ്റെ മാനേജറായിരുന്നു, അതിൻ്റെ ഡയറക്ടറായിരുന്നു, പിന്നെ അതിൻ്റെ മാനേജറായി. ഇപ്പോഴ് 2 വർഷം കാണാനില്ലെന്ന് റീനമേണം ചോദിച്ചപ്പോൾ, അതെ അതിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള 2 വർഷം കാണാനില്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോഴെന്ന് പറയുന്നത്, നമ്മൾ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തനമായിട്ട് ഇത്രയും നാളും പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയതാണ്, ഇവർക്ക് എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇടക്കാലത്തൊക്കെ മൊത്തം പ്രോബ്ലംസ് ആയിരുന്നു. ഗുണ്ടാ പ്രോബ്ലം, പോലീസ് പ്രോബ്ലം, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചതാണ്, ഒരു അഡ്വക്കേറ്റ് പഠിച്ചാലേ, കാരണം നമ്മൾ പോലീസ് സെൻസിറ്റൈസേഷൻ മീറ്റിങ്ങിലൊക്കെ ഒത്തിരി പോലീസ് സ്റ്റേഷനിൽ ക്ലാസ് എടുക്കാൻ പോകണമെന്ന് കൂടാണ്ട് നമുക്ക് പോലീസുകാരെ ഒത്തിരി അറിയാം. എന്നാലും നമ്മൾ ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റിന് ഇപ്പോൾ 2ാമത്തെ വർഷം ഞാൻ LLBക്ക് സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. ഇനി നല്ലൊരു അഡ്വക്കേറ്റ് ആയിട്ട് വന്നിട്ട് വേണം ഇനി പ്രോജക്റ്റ് മാനേജറായി അതായത് നമ്മളെ കമ്മ്യൂണിറ്റികളെയൊക്കെ ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇനി അഡ്വക്കേറ്റ് കിട്ടിയതിന് ശേഷം ഇവരുടെ ആക്ട് പ്രകാരം ഇവർക്കുള്ള കേസുകളെല്ലാം ബാധിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ആഗ്രഹം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിലുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ അല്ലേ, അത് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ചേട്ടൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും LLB എന്ത് ചെയ്യട്ടെ, അത് കംപ്ലീറ്റായി വരട്ടെ. നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് നന്നായിട്ട് പോരാടുന്ന നല്ലൊരു അഡ്വക്കേറ്റായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.